നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അതായത് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. ഒന്ന്, നമുക്ക് ഓൾറെഡി റിസർവ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റും. രണ്ടാമത്, നമുക്ക് ജനറൽ ടിക്കറ്റ് എടുത്തും യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സീസൺ ടിക്കറ്റ് എടുത്തും യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമുക്ക് ഈ ഒരു അൺറിസർവ്ഡ് ടിക്കറ്റ് സിസ്റ്റം മുൻപെല്ലാം നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് തന്നെ അവിടെ ക്യൂ നിന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അൺറിസർവ്ഡ് എന്ന് ഞാൻ പറഞ്ഞത് ജനറൽ ടിക്കറ്റ് ആണ്, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അപ്പോൾ ക്യൂ നിന്നാണ് നമ്മളത് എടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കത് നമ്മുടെ മൊബൈലിൽ തന്നെ എടുക്കാൻ സാധിക്കും. ഇത് വലിയ ഫ്രഷ് കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും അല്ല. എന്നിരുന്നാലും പകുതി പേർക്ക് ഇത് അറിയാം, പകുതി പേർക്ക് അറിയത്തില്ല. അപ്പോൾ ഈ അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടൊന്ന് യൂസ്ഫുൾ ആവട്ടെ എന്ന് എഴുതിയിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ജനറൽ ടിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, സീസൺ ടിക്കറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ മൊബൈലിൽ തന്നെ ഇത് എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ പല ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അവർ ഇപ്പോഴും ക്യൂ നിന്നിട്ടാണ്, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ക്യൂ നിന്ന് ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നമ്മുടെ മൊബൈലിൽ തന്നെ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കതൊന്ന് എടുത്തു നോക്കാമേ. അപ്പോൾ ദേ ഗൈസ്, നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി UTS എന്ന് പറയുന്നത് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഓൾറെഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ദേ ഇങ്ങനൊരു സ്ക്രീൻ തന്നെ ആദ്യമായിട്ട് ഓപ്പൺ ആയി വരും. അവിടെ ജേർണി ടിക്കറ്റ് ഉണ്ട്, QR ബുക്കിംഗ്, ക്വിക്ക് ബുക്കിംഗ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ്, സീസൺ ടിക്കറ്റ് ഒക്കെ ഉണ്ട്. ആ മേളിലൊരു ലോഗിൻ കണ്ടോ? ആ ലോഗിനിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് എനിക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുതിയതാണ്, ഇത് തൊട്ട് താഴെ തന്നെ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് രജിസ്റ്റർ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അക്കൗണ്ട് എടുക്കുന്നതിനൊക്കെ അതേ പ്രൊസീജിയേഴ്സിൽ നമ്മളൊരു രജിസ്റ്റർ ചെയ്യത്തില്ല, അക്കൗണ്ട് എടുക്കുക. അതേ കണക്ക് ചെയ്യുക. നമുക്കപ്പോൾ ഒരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും. അത് വെച്ച് ലോഗിൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ രജിസ്റ്റർ എന്ന് ചെയ്യുന്നതിൻ്റെ കാരണം, രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഇനി ഞാൻ നേരെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാവേ. ഗൈസ്, ദേ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഫീഡ്ബാക്ക് സർവേ ആണ്. ഇതങ്ങ് ജസ്റ്റ് ബാക്ക് അടിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ദേ ഇങ്ങനൊരു സ്ക്രീൻ ഓപ്പൺ ആയി വരും. ജേർണി ടിക്കറ്റ് ഉണ്ട്, QR ബുക്കിംഗ് ഉണ്ട്, ക്വിക്ക് ബുക്കിംഗ് ഉണ്ട്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ട്, സീസൺ ടിക്കറ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മൾ ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് സ്റ്റേഷനിലാണോ നമുക്ക് പോകേണ്ടത്, ഞാൻ കൊല്ലം അടിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട് ഫ്രം കൊല്ലം. കൊല്ലത്ത് നിന്ന് എനിക്ക് പോകേണ്ടത് കോട്ടയത്തോട്ടാണ്. അപ്പോൾ കോട്ടയം ഞാൻ ദേ അടിച്ചു കൊടുക്കുകയാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ കോട്ടയം കൊടുത്തു. ഇനി നെക്സ്റ്റ് ട്രെയിൻ നമുക്ക് അറിയാൻ പറ്റും, ഗെറ്റ് ഫെയർ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇത്രയൊക്കെയാണ് ഈ ഫ്രണ്ടിലത്തുള്ള കാര്യങ്ങൾ. ശ്രദ്ധിക്കുക, ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് ക്ലിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ബുക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വരുമ്പോൾ ഇത് അതിനകത്ത് അഡൾട്ട് ഉണ്ട്, 1 ആണെങ്കിൽ ഒന്നിലധികം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്ഷൻ ആക്കി മാറ്റാം. ചൈൽഡ് ഉണ്ടെങ്കിൽ അത് വെക്കാം. ഇപ്പുറത്ത് ടിക്കറ്റ് ടൈപ്പ്, ജേർണി ടിക്കറ്റ് ടൈപ്പ് ഏതാണെന്നുള്ളതുണ്ട്, ട്രെയിൻ ടൈപ്പ് ഏതാണെന്നുള്ളതുണ്ട്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ പേയ്മെൻറ്റിൻ്റെ ഇത് നമുക്ക് ട്രെയിൻ ടൈപ്പ്, ഇപ്പോൾ നമ്മൾ മെമുവിലാണ് യാത്ര ചെയ്യുന്നത്, പാസഞ്ചർ ആണെങ്കിൽ നമുക്ക് ഓർഡിനറി ആക്കാം. ഞാൻ മെമുവിൽ പോകാനാണ് താല്പര്യപ്പെടുന്നത്, കൊണ്ട് ഓർഡിനറി ആക്കി. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ചാർജ് 25 രൂപയായിട്ടുണ്ട്. പിന്നെ പേയ്മെൻറ്റ് ടൈപ്പ് അത് വാളറ്റ് കിടപ്പുണ്ട്. അതെന്തുവെന്ന് ഞാൻ പറഞ്ഞുതരാം. തൊട്ട് താഴെ കിടക്കുന്ന പേ യൂസിങ്, അതായത് നമ്മളെ ബാങ്കിങ്ങിൽ വഴി ഗൂഗിൾ പേയോ പേടിഎമ്മോ ഫോൺ പേ വഴിയോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇതേ ബുക്ക് ടിക്കറ്റ് അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മളെ ട്രെയിൻ ടിക്കറ്റ് പിന്നെ അങ്ങോട്ട് പേ ചെയ്യാനായിട്ട് നമ്മൾ എന്താണോ വാളറ്റ് ആണെന്ന് വെച്ചാൽ അതാണോ യൂസ് ചെയ്യുന്നത്. ഇതിൽ പേ യൂസിങ് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, അതുവഴിയാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കുന്നത്. എന്നിട്ട് നേരെ ബുക്ക് ടിക്കറ്റ് അങ്ങോട്ട് കൊടുക്കുക. അപ്പം നേരെ നമ്മളെ ബാങ്കിങ്ങിലോട്ട് പോകും, ട്രെയിൻ ടിക്കറ്റ് ബുക്കാവും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ ദൂരപരിധി ഇല്ല എന്ന് പറയുമെങ്കിലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ അകത്തോ ട്രെയിനുകൾക്കുള്ളിലോ വെച്ചോ നമുക്ക് പറ്റത്തില്ല ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും മാത്രം മാറി നിന്നാലേ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 5 കിലോമീറ്റർ മാറി നിന്ന് ആ ഒരു പരിസരത്ത് എവിടെ നിന്നെങ്കിലും ആണ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് അപ്ഡേഷൻ ആയിട്ട് ഞാൻ വന്നത്. ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ദൂരപരിധി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇങ്ങനെയാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ അകത്തോ ട്രെയിനുകൾക്കുള്ളിലോ വെച്ച് ഒരിക്കലോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ഉറപ്പായ കാര്യമാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ 5 കിലോമീറ്റർ മാറി നിന്നാലേ നമുക്ക് ട്രെയിൻ ടിക്കറ്റും UTS ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്നായതുകൊണ്ടാണ് ബുക്കിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമ്മൾ ഹോം പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് ആണെങ്കിൽ ആ ഷോ ടിക്കറ്റിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ബുക്കിംഗ് ഹിസ്റ്ററി നോക്കിയാൽ കഴിഞ്ഞാൽ പഴയ ഹിസ്റ്ററി കാണാൻ പറ്റും. ഷോ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ TT അത് കാണിച്ചാൽ മതി. ഇനി നമുക്ക് വാളറ്റ് എന്തുവാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നേരെ വാളറ്റിലോട്ട് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ പേയ്മെൻറ്റിനകത്ത് നമ്മൾ കണ്ടായിരുന്നല്ലോ വാളറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് കണ്ട, ഇതിനകത്ത് നമുക്ക് റീചാർജ് വാലറ്റ് ചെയ്യാം. മിനിമം ബാലൻസ് 50 രൂപയെങ്കിലും നമ്മൾ പേ ചെയ്യണം. ഇങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് ഫാസ്റ്റായിട്ടങ്ങ് നടക്കും. ഇല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി, ഫോൺ പേ വഴി എടുക്കുന്ന ഒരു സമയലാഭം, അത്രയേ ഉള്ളൂ. ഞാൻ അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഈ 5 കിലോമീറ്റർ ചുറ്റളവിൽ എന്നുള്ളത്. നിങ്ങൾ ഈ വീട്ടിൽ ഇരുന്ന് ആരെങ്കിലും UTS ആപ്പ് വഴി ബുക്ക് ചെയ്ത ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതും ഒന്ന് പറയണേ. അവർക്കത് യൂസ്ഫുൾ ആവുന്നേ ആവട്ടെ. എനിക്കത് എന്തുകൊണ്ടും പറ്റുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കറണ്ട് അപ്ഡേഷൻ. അതാണ് ഞാൻ നിങ്ങളെ ഒന്ന് അറിയിച്ചത്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് മാറി വീട്ടിൽ നിന്ന് UTS ആപ്പ് വഴി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുകയും വേണം കേട്ടോ. വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. നടന്നില്ലെങ്കിൽ വിട്ടേരാ. ഇതേ കണക്ക് 5 കിലോമീറ്റർ മാറി ഇന്ന് ചെയ്തിരുന്നാൽ മതി. അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും മാക്സിമം ഷെയർ ചെയ്യുക.
അപ്പം ഈ ഒരു കാര്യം മാത്രം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസും പുതിയ ട്രെയിനിൻ്റെ കണ്ടൻസും പുതിയ വ്ളോഗ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ 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 ബൈ.